ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന്. വാട്ടറിങ് കുറച്ച് ആവശ്യമുള്ള ചെടികളെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ നമ്പർ 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേക്ക് പ്ലാന്റ് ആണ്. എല്ലാവർക്കും അറിയാം, സാൻസവേരിയ എന്ന് പറയുന്ന പ്ലാന്റ്. അപ്പോൾ അതിന് വളരെ കുറച്ച് വെള്ളം തന്നെ ആവശ്യമുള്ളൂ. അപ്പോൾ ഗാർഡനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് സാൻസവേരിയ. ഇനി അഥവാ നമ്മൾ വെള്ളം ഒഴിക്കാൻ മറന്നാലും പ്രശ്നമില്ല. നമുക്കൊരു മാസം അല്ലെങ്കിൽ 2 മാസം വരെയൊക്കെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല ഈ ഒരു പ്ലാന്റിന്. പിന്നെ നമ്മുടെ സോയിലിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഇതിന് ഘടകമാണ്. എന്നാൽ പോലും നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള സോയിലിലും വളർന്നു കിട്ടുന്ന ചെടിയാണ് സാൻസവേരിയ. അപ്പോൾ നമ്മൾ ഈ ടോപ്പ് സോയിൽ, അതായത് മണ്ണിൻ്റെ മുകൾ ഭാഗം ഉണങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് എല്ലാ ചെടികളും നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ അതുപോലെ നല്ല ഹാർഡായിട്ട് നമുക്ക് വിരൽ കടത്തി വിടാൻ പറ്റാത്ത അത്രയും ഹാർഡാവുന്ന ഒരു സ്റ്റേജിൽ മാത്രമേ നമുക്ക് സാൻസവേരിയയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഫ്ലവറി ടൈപ്പ് ഉണ്ട്, നീളത്തിലുള്ളതുണ്ട്, സൈഡിൽ ലൈൻസ് ഉള്ളതുണ്ട്. അങ്ങനെ പല ടോപ്പ് വെറൈറ്റീസിനും ഒരേപോലെ തന്നെയാണ് കെയർ ഉള്ളത്. അപ്പോൾ ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ നല്ല കളറുള്ള ഇലകൾ ഇതിലുണ്ടാവും. വെള്ളം കുറച്ച് മാത്രം മതി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ഇങ്ങനെ കുറച്ച് വെള്ളം കൊടുക്കേണ്ട ചെടികളെ പറ്റിയിട്ടാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ടും വാച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് CC പ്ലാന്റ് ആണ്. CC പ്ലാന്റ് നിങ്ങൾക്കൊക്കെ അറിയാം, വളർത്തിയെടുക്കാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരിക്കൽ പിടിച്ച് കിട്ടിയാൽ ഒരുപാട് കാലം നിൽക്കുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതും വളരെ കുറച്ച് വെള്ളമേ ആവശ്യമുള്ളൂ. മൂന്നാമത്തെ ഡ്രാസീനയാണ്. ഡ്രാസീന ഒരു ഡെസേർട്ടിലൊക്കെ വളരുന്ന ടൈപ്പ് പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെ അതുപോലെ തന്നെ വളരെ കുറച്ച് വെള്ളം മതി നമുക്ക്. സോയിൽ നല്ല ഹാർഡായതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിൽ നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഡ്രാസീനയുടെ പ്രത്യേകത. ഇനി നമുക്ക് നാലാമത്തെ പ്ലാന്റ് അരേക്ക പാമാണ്. ഈയിടെയായിട്ട് ട്രെൻഡി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പാംസ്. നമ്മൾ ഇൻഡോർ ആയിട്ട് കീപ്പ് ചെയ്യാവുന്ന പലതരത്തിലുള്ള പാംസ് ഉണ്ട്. അതിൽ അരേക്ക പാം ഇത്ര ഹൈറ്റ് വെക്കുന്ന ടൈപ്പാണ്. അതിനും കുറച്ച് വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 ആഴ്ച വരെയൊക്കെ നനച്ചില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റും ലോ വാട്ടർ പ്ലാന്റ് ആണ്. അടുത്തത് ചൈനീസ് പാമാണ്. സെയിം പോലെ തന്നെയാണ്, അരേക്ക പാം പോലെ തന്നെ വളരെ കുറച്ച് വെള്ളം തന്നെ ഇതിനും ആവശ്യമുള്ളൂ. പാംസൊക്കെ തന്നെ അധികം സൺലൈറ്റും ആവശ്യമില്ലാത്തതാണ്. ഇടയ്ക്ക് മാത്രം നമ്മളെടുത്ത് ഒന്ന് സൺലൈറ്റ് കൊള്ളിച്ച് തിരിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റ്സ് ആണ്. ഇൻഡോറായിട്ടും കീപ്പ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് പാംസ് എല്ലാം തന്നെ. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് സക്കുലൻസ് ആണ്. സക്കുലൻസ് നമുക്കൊക്കെ അറിയാം, അത് കാക്ടസും മരുഭൂമിയിൽ വളരുന്ന ടൈപ്പ് ചെടികളൊക്കെയാണ്. നമുക്ക് ടേബിൾ ടോപ്പ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള അട്രാക്റ്റീവായ പ്ലാന്റ്സ് ആണ്. ചെറിയ ചെറിയ ബൗളിൽ വരെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ്. ഇതിന് ഒരിക്കലും ഓവർ വാട്ടർ ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ചെടി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഏഴാമത്തെ നമുക്ക് കോമൺ ആയിട്ടുള്ള ആന്തൂറിയംസ് ആണ്. ആന്തൂറിയംസ് നമുക്കറിയാം, നമ്മൾ സെറ്റ് ചെയ്യുന്നത് കോക്കോപിറ്റും അല്ലെങ്കിൽ ചകിരിയുടെ തൊണ്ടും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഓവർ വാട്ടറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വേര് ചീഞ്ഞു പോയി ചെടി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മോൾ ഭാഗവും അല്ലെങ്കിൽ അടിയിലേക്കൊക്കെ നോക്കിയിട്ട് മാത്രമേ തന്നെ ഇതിലും വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. ഓവർ വാട്ടറിങ് ഒട്ടും പറ്റാത്ത പ്ലാന്റാണ് ആന്തൂറിയം. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം നമ്മൾ വെള്ളം ഒഴിക്കാൻ മറന്നു എന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. 2 ആഴ്ചയ്ക്ക് ഒരിക്കലെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ഫ്ലവേഴ്സ് ഉണ്ടാകുമ്പോൾ, കളർഫുള്ളായ ഫ്ലവേഴ്സ് ഉണ്ടാവണമെങ്കിൽ വെള്ളം കുറവ് മതി ഈ പ്ലാന്റിന്. അടുത്തത് ജെയ്ഡ് പ്ലാന്റ് ആണ്. ജെയ്ഡ് പ്ലാന്റും നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച്. ഇതിൻ്റെയൊക്കെ ലീഫിൽ അത്യാവശ്യം വെള്ളം ക്യാരി ചെയ്യുന്ന ടൈപ്പാണ്. ഓവർ വാട്ടറിങ് കൊണ്ട് നശിച്ചു പോകുന്ന ചെടികൾ. നെക്സ്റ്റ് വൺ യൂഫോർബിയ ആണ്. നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് യൂഫോർബിയ. അത്യാവശ്യം വലിയ വലിയ മുള്ളുകളുള്ള പ്ലാന്റ്. നമ്മൾ ക്യാൻസർ വരുമെന്നൊക്കെ പറഞ്ഞ് ഒരിടയ്ക്ക് എല്ലാവരും വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ പ്ലാന്റ്സ് ആണ്. അതിൻ്റെ സയൻറ്റിഫിക് ഭാഗങ്ങളൊന്നും അറിയില്ല. എന്താണെങ്കിലും അതിൽ കുറച്ച് വെള്ളം മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. വെള്ളം ഒഴിക്കുന്ന കൂടുതലാണെങ്കിൽ കൂടുതൽ ലീഫ് വരും, ഫ്ലവേഴ്സ് കുറയുകയും ചെയ്യുന്ന തരമാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. നമ്മൾ വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. ഒരു ഡെസേർട്ട് ടൈപ്പ് പ്ലാന്റ് തന്നെയാണ്. നമുക്ക് ഏറ്റവും ചെറിയ പോട്ടിലും വലിയ പോട്ടിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ് യൂഫോർബിയ. പല വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ കളറിൽ, പൂക്കളിൽ റെഡും പിങ്കും ബേബി ഗ്രീനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്ലാന്റും വളരെ ലോ വാട്ടർ ആവശ്യമുള്ള പ്ലാന്റാണ്, ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് 10ാമത്തേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലോവേരയാണ്.
അലോവേര നമുക്കൊക്കെ അറിയാം, അതിൻ്റെ ലീഫിലാണ് അതിൻ്റെ വാട്ടറൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓവർ വാട്ടർ ചെയ്താൽ വേരും അതുപോലെ തന്നെ വളരെ ഡെലിക്കേറ്റാണ്, പെട്ടെന്ന് ചീഞ്ഞു പോവും. നമ്മുടെ സോയിൽ നല്ല ഹാർഡായതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉള്ളിലേക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന ടൈപ്പിലുള്ള, അതായത് ഡ്രെയിനേജ് ഇല്ലാത്ത ടൈപ്പിലുള്ള പോട്ടിൽ ഒരിക്കലും നടരുത് നമ്മൾ അലോവേര. ഉള്ളിലെ വേര് ചീഞ്ഞു പോയാൽ നമ്മൾ പുറത്തേക്ക് അറിയില്ല. അത് കംപ്ലീറ്റ് റോട്ടൻ ആയതിന് ശേഷമാണ് നമ്മുടെ പ്ലാന്റ് മൊത്തം നശിച്ചു പോവുക. അപ്പോൾ അതും ആവശ്യത്തിന് മാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ഇത്തരം പ്ലാന്റുകൾ സെലക്ട് ചെയ്താൽ നമ്മൾ ഗാർഡനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അടുത്തത് പെഡിലാന്തസ് ആണ്, ഡെവിൾസ് ബാക്ക് ബോൺ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഇതതിൻ്റെ ഒരു വെറൈറ്റിയാണ്. പല ടൈപ്പ് ഉണ്ട്, കേളി പിങ്ക് എന്നൊക്കെ പറയുന്ന ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നമുക്ക് വളരെ കുറച്ച് വെള്ളം മതി. ഓവർ വാട്ടറിങ് ആയിട്ടുണ്ടെങ്കിൽ ലീഫൊക്കെ കൊഴിഞ്ഞു പോകും. 12ാമത്തെ സ്പൈഡർ പ്ലാന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്പൈഡർ പ്ലാന്റ് നമുക്ക് ഒരിക്കലും നശിച്ചു പോകാത്ത പ്ലാന്റാണ്. നമ്മൾ ഒരുപാട് കാലം വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ പോലും ചെടി അതിൻ്റെ ബൾബ് മണ്ണിൽ തന്നെ അവശേഷിച്ച് വീണ്ടും നമ്മൾ വാട്ടർ ചെയ്യുമ്പോൾ തൊട്ട് നമുക്ക് ഈ പ്ലാന്റിനെ റീഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പൈഡർ പ്ലാന്റും ഓവർ വാട്ടർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി നശിച്ചു പോകും. ഇതും ലെസ് വാട്ടർ പ്ലാന്റ് ആണ്. അടുത്തത് ഓർക്കിഡ്സ് ആണ്. ഓർക്കിഡ്സും ഇതുപോലെ തന്നെയാണ്, ഒരേ കെയറാണ്. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചാൽ ചീഞ്ഞു പോകും ഓർക്കിഡ് എന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ആവശ്യത്തിന് മാത്രം നമ്മൾ 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് ഒക്കെ കൂടുമ്പോഴാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഓർക്കിഡ്സിന് കെയർ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് 14th ലാൻറ്റാന ആണ്, നമ്മുടെ അരിപ്പൂവ്, കൊങ്ങിണിപ്പൂവ് എന്നൊക്കെ പറയുന്നത്. വലിയ പ്ലാന്റ് അല്ലാതെ നമുക്കിപ്പം പോട്ടിലൊക്കെ വളർത്താൻ പറ്റിയ ഡോർഫ് ഐറ്റംസ് കിട്ടാനുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വെള്ളം അധികമില്ലാത്ത സമയത്തും സർവൈവ് ചെയ്ത് പോകുന്ന ചെടികളാണ്. അപ്പോൾ നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കുകയാണെങ്കിലും നല്ല സൺലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റാണ്. പക്ഷേ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് താരതമ്യേന കുറവാണ്. നല്ല ഫ്ലവർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് മതി ഈ പ്ലാന്റിന്, അല്ലെങ്കിൽ കൂടുതൽ ലീഫായിരിക്കും ഉണ്ടാവുക. 15th വൺ ബോഗൺവില്ലയാണ്. ബോഗൺവില്ല നമുക്ക് നന്നായിട്ട് അറിയാം, നല്ല വെയിൽ വേണം ബോഗൺവില്ലയ്ക്ക്, എന്നാൽ അത്രയും വെള്ളം ആവശ്യമില്ല. ഇതേപോലത്തെ ഒക്കെ തന്നെയാണ്, വെള്ളം കൂടുതലായാൽ ഇലകൾ കൂടുതലുണ്ടാവും, പക്ഷേ പൂക്കൾ കുറവായിരിക്കും. അപ്പോൾ ബോഗൺവില്ല അതുപോലെ നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.